ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടേൽസ് ബൈ ചക്കി. ഇന്ന് നമുക്കൊരു കിടിലൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു 300 ഗ്രാം കഴുകിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം യൂസ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്. അതിലേക്ക് ഒരു അര സ്പൂൺ വിനേഗർ ഒഴിച്ചിട്ട് മാഗ്നേറ്റ് ചെയ്ത് 30 മിനിറ്റ്സ് വയ്ക്കുക. എന്നിട്ട് നമുക്ക് പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ചെമ്മീനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, കാര്യം ചെമ്മീൻ വേവ് കുറവാണ്. പക്ഷേ ഇത് ഇച്ചിരി വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഒരു 5 to 6 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. ചെറിയ ചെമ്മീനാണെങ്കിൽ 2 to 3 മിനിറ്റ്സ് തന്നെ കുക്കാവും. ചെമ്മീൻ അതുപോലത്തെ സീ ഫുഡിനെല്ലാം കുക്കിംഗ് ടൈം കുറവാണ്, എസ്പെഷ്യലി ചെമ്മീൻ ഭയങ്കര കുറവാണ് ചെമ്മീൻ. എന്നിട്ട് നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ റോസ്റ്റ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇടിയപ്പം, അപ്പം, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും പോകുന്നൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഞാൻ ആ ചെമ്മീനെല്ലാം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത്, എന്നിട്ട് ആ സെയിം ഓയിലിൽ തന്നെ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഞാനൊരു 20 ചെറിയ ഉള്ളിയോളം എടുത്ത് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് ഭയങ്കര കളർ മാറ്റമൊന്നും വരണ്ട, ഭയങ്കരമായിട്ട് ബ്രൗണൊന്നും ആകണ്ട. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ഗാർലിക്, ആദ്യം ഗാർലിക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവ എല്ലാം ഒന്ന് മാറണം. അതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അതിനെ വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലാതെ അഡീഷണൽ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ചോപ്പ് ചെയ്ത ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മൾ ഇതിൽ ഒരുപാട് മസാലയൊന്നും വേണ്ട, മുളക് പൊടിയും പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ച ചുവ മാറണം, അതുവരെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല മാഷായി വരണം. നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം, അപ്പോൾ പെട്ടെന്നാവും. പിന്നെ ഞാൻ എപ്പോഴും അയൺ പാത്രമാണ് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുന്നത്, അപ്പോൾ അതിൽ തന്നെ നല്ല ചൂടായിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് വേവും. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് അതിൻ്റെ പച്ചച്ചവ മാറുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 കിലോ പ്രോൺസ് മേടിക്കുമ്പോൾ വലുതാണെങ്കിൽ അത് വൃത്തിയാക്കി വരുമ്പോൾ അതിലൊരു 300 ഗ്രാംസേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് ഇച്ചിരി വലിയ ചെമ്മീനുമാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് നമ്മുടെ പെപ്പർ പൗഡറും പിന്നെ കുറച്ച് ഗരം മസാല, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഈ ഗരം മസാല, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അതാണ് ഇതിൻ്റെ ഫ്ലേവർ തരുന്നത്. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് വറ്റിച്ചെടുക്കുക. ഇതെനിക്ക് ഒരുപാട് ഡ്രൈ ആകണ്ട, ഭയങ്കര ഡ്രൈ ആകണ്ട, സെമി ഗ്രേവി ടൈപ്പിലാണ് ഇഷ്ടം. അപ്പം ഞാനതിനെ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സെമി ഗ്രേവിയിലോട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.